പിന്നെ ഈ ലൈംഗിക ഭാഗങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ തഫ്സീറിലൊന്നും കാണുന്നില്ലെങ്കിലും ആധുനികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും അത് വെട്ടിമുറിക്കാൻ പാടില്ല എന്നുകൂടെ. അത് വെട്ടിമുറിച്ച് വികൃതമാക്കാൻ പാടില്ല. കാരണം ലൈംഗിക അവയവങ്ങളെ അവർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യും, സൂക്ഷിക്കും. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രലോഭനത്തിൽ കൂടിയിട്ട് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് വെട്ടിമുറിച്ച് എതിർ ജെൻഡർ ആവണമെന്ന്, ആണിന് തോന്നാണ് പെണ്ണാവണമെന്ന്. എത്ര മനുഷ്യർ, പാവപ്പെട്ടവന്മാർ നേരം വെളുക്കോളം അവിടെ ഇവിടെയും ഉറക്കൊഴിച്ച് കാത്തു നിൽക്കുന്നു യാചനക്കും സെക്സ് വർക്കിനും വേണ്ടിയിട്ട്. എന്തേ കാര്യം? 10-14 സർജറി നടത്തണം അവരുടെ ശരീരം ഒന്ന് മാറിക്കിട്ടാൻ. അവരുടെ ശരീരം മാറിക്കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ കാഴ്ചപ്പുറക്കൊന്ന് റെഡിയാവാൻ. ഒരിക്കലും ഒരു സ്ത്രീക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ പുരുഷനാവാനോ മറിച്ചോ സാധ്യമേ അല്ല. പിതാവിൻ്റെ Y ക്രോമോസോമും ഉമ്മയുടെ X ക്രോമോസോമും ചേരുമ്പോഴാണ് ആൺകുട്ടി ജനിക്കുന്നത്. പിതാവിൻ്റെ എക്സും മാതാവിൻ്റെ എക്സും ചേരുമ്പോൾ പെൺകുട്ടി ജനിക്കും. ഒന്നാമത്തെ സെല്ല് സൈക്കോട്ട്, ഒന്നാമത്തെ സിക്താണ്ട് എന്ന് പറയുന്ന സാധനം, ആണാണെങ്കിൽ ആണാണ്, പെണ്ണാണെങ്കിൽ പെണ്ണാണ്. അതിൽ നിന്ന് പൊട്ടിയുണ്ടാകുന്ന കുറേ കോടിക്കണക്കിന് കോശങ്ങളുടെ സമുച്ചയമാണ് ഓരോ മനുഷ്യനും. പെണ്ണ് പെണ്ണെന്നായിരിക്കും ഓരോ തന്തുവിലും ഓരോ സെല്ലിലും, ആണാണുമായിരിക്കും. ഏതെങ്കിലും പ്രകടിത അവയവങ്ങളെ മാറ്റിപ്പണിതതുകൊണ്ട് അടിസ്ഥാനപരമായി പെണ്ണാവാനോ ആണാവാനോ എതിർ ജെൻഡറുകാർക്ക് സാധ്യമല്ല.